എല്ലാ പ്രേക്ഷകർക്കും ഫുഡ് ഓൺ ട്രാക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വെള്ളായണി കായലിൻ്റെ തീരം പറ്റി കിടക്കുന്ന മനോഹരമായ ഈ പാടവരമ്പിലൂടെ ഒരൽപ്പം നടന്നാൽ പുഞ്ചക്കരി ഷാപ്പിലെത്താം. അനന്തപുരിയുടെ ഹൃദയമാണ് വെള്ളായണിക്കായലും പുഞ്ചക്കരിയുമെല്ലാം. എങ്കിൽ പോലും നാഗരികതയുടെ തിരക്കുകളോ പരക്കമ്പാച്ചിലോ ഒന്നും തന്നെ ഈ ഗ്രാമഭംഗിക്ക് അഭംഗി ചാർത്തിയിട്ടില്ല. വെള്ളായണിക്കായലിന്റെ തീരത്തോട് ചേർന്ന ഹരിതാപമായ പാടവരമ്പിലൂടെ അല്പം നടന്നാൽ പുഞ്ചക്കരി ഷാപ്പിലെത്താം. വിഴിഞ്ഞത്ത് നിന്നുമെത്തുന്ന കടൽ മത്സ്യങ്ങളും വെള്ളായണിക്കായലിലെ മത്സ്യങ്ങളും ചേർന്ന മത്സ്യവിഭവങ്ങളുടെ രുചിമേളമാണ് ഇവിടെ എത്തുന്ന ഭക്ഷണപ്രിയരെ കാത്തിരിക്കുന്നത്. കടൽ മത്സ്യങ്ങളുടെയും പുഴ മത്സ്യങ്ങളുടെയും കമനീയ കലവറയാണ് പുഞ്ചക്കരി ഷാപ്പിന്റെ ആകർഷണമെന്ന് പറയാതെ വയ്യ. കട്ല, ആറ്റുവാള, വിളമീൻ, വരാൽ, കടൽമോത, സിലോപ്പി തുടങ്ങിയ പുഴമീൻ വിഭവങ്ങൾ പുഞ്ചക്കരി ഷാപ്പിലെ മാത്രം പ്രത്യേകതയാണ്. തലക്കറി മുതൽ നെത്തോലി ഫ്രൈ വരെ വൈവിധ്യമാർന്ന നിരവധി വിഭവങ്ങൾ. മുളകിട്ട മീൻകറിയും തേങ്ങ അരച്ചുവെച്ച മീൻകറിയുമൊക്കെ സ്വാദിൻ്റെ പെരുമ്പറ മുഴക്കി രുചിയാസ്വാദകരെ കാത്ത് ഇവിടെ തയ്യാറാണ്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കണ്ടറിയാം. പുഞ്ചക്കരി ഷാപ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരാരും ഇവിടുത്തെ മെയിൻ ഷെഫായ ജിജോ ചേട്ടനെ പരിചയപ്പെടാതെ മടങ്ങാൻ വഴിയില്ല. ഭക്ഷണം കഴിച്ചുടൻ ഞങ്ങൾ തിരക്കിയതും അദ്ദേഹത്തെ തന്നെയായിരുന്നു. ഏകദേശം ഇവിടുത്തെ ഐറ്റംസ് ഏകദേശം എല്ലാം കൂടി ആയിട്ടുണ്ട്. എന്നാൽ ഇനി നമ്മൾ ഒരു ഐറ്റംസ് ഉണ്ടാക്കി കാണിക്കാനുണ്ട്. ഞണ്ട് ആണ് നമ്മുടെ ഞണ്ട് കറി. ഞണ്ട് കറിയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഞണ്ടിവിടെ ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുടംപുളി ഇത്രയും സാധനം അല്പം വെള്ളത്തിൽ വേവിക്കണം. ഇതാ ഇവിടെ ഞാനത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞണ്ട് ഇത് വേവിച്ച ഞണ്ടാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനം നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് നല്ലവണ്ണം വാട്ടിയെടുക്കണം. ഇതിന് നമ്മളൊക്കെ ഇവിടെ ഈ ഗ്രേവി ചോദിക്കും ഞണ്ടിൻ്റെ. ഇപ്പോൾ അപ്പം മേടിച്ചെന്നാലും പൊറോട്ട ഞണ്ടിൻ്റെ കൂട്ടത്തിൽ ഗ്രേവി ചോദിക്കും. അപ്പോൾ സവോള അല്പം കൂടുതൽ തന്നെ എടുത്ത് നമ്മൾ നല്ലൊരു ഗ്രേവി ഉണ്ടാക്കും ഇവിടെ, ഗ്രേവി ടൈപ്പ് ഇടുക. അല്ലെങ്കിൽ അതിന് ഒരു കഴിക്കാൻ കൊള്ളത്തില്ല. രണ്ടാമത് നമുക്ക് ഗ്രേവി ചെയ്യാനും പറ്റില്ല. കാര്യം ആദ്യം നമ്മൾ ചെയ്യുന്നതിന് ആ ഫ്ലേവർ രണ്ടാമത് കിട്ടത്തില്ല. ലോക്കൽ ഗ്രേവി ആയിരിക്കും അത്. അപ്പോൾ സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും സാധനം വാട്ടി അതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം നമ്മൾ ആഡ് ചെയ്ത് ആ സാധനം ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടേ
ഇത് കണ്ടോ, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടിച്ചത്. ഇത്രയും സാധനമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വാട്ടി ഈ മസാലപ്പൊടിയെല്ലാം ഇട്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഞണ്ട് വേവിച്ച വെള്ളം അല്പം ഒഴിക്കും. ആ വെള്ളമാണ് ഈ കാണുന്നത്. കാര്യം ഞണ്ടിൻ്റെ ഫ്ലേവർ അപ്പോൾ ഇതിനകത്തുണ്ടാവും. ചിലർ ഇത് ഫ്രഷായിട്ട് തന്നെ ചെയ്യാറുണ്ട്. ആദ്യമേ തന്നെ ഇങ്ങനെയെല്ലാം വാട്ടി അതിനകത്തേക്ക് ഇടാറുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു രീതിയാണ് ഇവിടെ വരുന്ന ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം ഇതാണ്. നമ്മളിവിടുത്തെ ഗസ്റ്റിൻ്റെ, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ഇഷ്ടമാണ് നമ്മൾ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ഞണ്ട് നമ്മളുടെ ഗ്രേവിയിലേക്ക് ഞണ്ട് ആഡ് ചെയ്യാൻ പോവാണ്. പുഞ്ചക്കരിയിലെ ഏറ്റവും സ്പെഷ്യൽ വിഭവം തലക്കറിയാണ്. വേളാവിൻ്റെയും നെയ്മീനിൻ്റെയും തലകളാണ് ഇവിടെ പ്രധാനമായും തലക്കറിക്ക് ഉപയോഗിക്കുന്നത്. തലക്കറിയിൽ തലയ്ക്ക് കൂട്ടിന് മുരിങ്ങയ്ക്കായും തക്കാളിയുമുണ്ട്. കൂട്ടത്തിൽ രുചിയേറെയുള്ളത് നെയ്മീനിൻ്റെ തലക്കറിക്കാണെന്നാണ് ഇവിടെയെത്തുന്ന രുചിയാസ്വാദകരുടെ അഭിപ്രായം. എന്തൊക്കെയായാലും എരിവേറെയുള്ള ഈ വിഭവത്തിനാണ് ഇവിടെ ഏറ്റവും ആരാധകരുള്ളത്. താറാവും കോഴിയും പന്നിയും പോത്തുമെല്ലാം ആവശ്യക്കാർക്ക് യഥേഷ്ടം ലഭ്യമാണ്. വെള്ളായണിക്കായലിൽ നിന്ന് നേരിട്ട് പിടിക്കുന്ന മത്സ്യങ്ങളായതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ മത്സ്യവിഭവങ്ങൾക്കും രുചിയേറെയാണ്. ജിജോ ചേട്ടൻ്റെ നാടൻ കറിക്കൂട്ടുകളുടെ ഉപയോഗവും കൂടിയാകുമ്പോൾ ആഹാ അന്തസ്. പുഞ്ചക്കരി ഷാപ്പിലെ മെയിൻ ഷെഫായുള്ള ജിജോ ചേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ, എത്ര നാളായി ഈ പുഞ്ചക്കരി ഷാപ്പ് തുടങ്ങിയിട്ട്? ഇത് ഏകദേശം 8 വർഷത്തോളമായി തുടങ്ങിയിട്ട്. ഇതിൻ്റെ മുതലാളി ലാല്, ഞങ്ങളുടെ ലാല് ചേട്ടൻ, ലാലെണ്ണ വിളിക്കുന്നത് ഞങ്ങൾ. പ്രതികരണം നല്ല പ്രതികരണം തന്നെ. കാര്യം ഒരു പ്രാവശ്യം വന്നാൽ, ഇവിടെ വന്നാൽ ആൾക്കാരുടെ ആ ഒരു ഇവിടുത്തെ ആ ഒരു പെർഫോമൻസ് കാണാൻ അറിയാൻ പറ്റും അവരെങ്ങനെയാണ് ഇവിടെ ഇഷ്ടപ്പെടുന്നുള്ളത്. വേറൊന്നുമല്ല, ഇവിടെ വന്നാൽ ഒരുപാട് ഫോട്ടോസുകൾ എടുക്കുക. ഈ ഫിഷ് കാണുമ്പോൾ തന്നെ പിള്ളേരും എല്ലാവരും ആ ഫ്രീസറിനകത്ത് ഇങ്ങനെ കവന്ന് വീഴും. എന്താണ് ആ ഒരു ഇത്, ഇരിക്കുന്ന ഫിഷുകളെല്ലാം കാണുമ്പോൾ തന്നെ അത് വേണം ഇത് വേണമെന്നുള്ള ആ ഒരു ഇത് വരും. ഈ പ്രിപ്പറേഷൻ കാണണമെന്ന് ആഗ്രഹപ്പെട്ട് ആരെങ്കിലും വരാറുണ്ടോ? ഇത് തയ്യാറാക്കുന്ന വിധമൊക്കെ എങ്ങനെയാണെന്ന്? ഒരു അപൂർവം, ആഴ്ചയിൽ 2-3 ദിവസങ്ങളിൽ ചിലർ വരാറുണ്ട് ഇത് ഫുഡ് ഉണ്ടാക്കുന്ന എങ്ങനെ കാണാം, ഇതിൻ്റെ സാധാരണ ചേരുവകൾ അറിയാനായിട്ടും. പിന്നെ ഞങ്ങളിവിടെ ആലപ്പുഴ കുട്ടനാട് സ്റ്റൈലിലായതുകൊണ്ട് അവർക്ക് ആ ഒരു മെത്തേഡ്, ട്രിവാൻഡ്രംകാരെ കൂടുതലും വരുന്നത് ഈ ആലപ്പുഴയിലുള്ള ആ ഒരു രീതിയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ വന്ന് ഇവിടെ ചോദിക്കാറുണ്ട്, ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ഇതെല്ലാം ഫ്രഷായിട്ട് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് പൊടിച്ചാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഐറ്റംസ്, വെളിച്ചെണ്ണ എല്ലാം നല്ല ഫ്രഷായിട്ടുള്ള സാധനത്തിലെല്ലാം ചെയ്യുന്നത്. അതൊക്കെ ഒരു ഞങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നതെല്ലാം. വെള്ളായണിക്കായലിന്റെ തീരത്ത് പുഞ്ചക്കരി ഷാപ്പ് രുചിയുടെ പെരുമ്പറ മുഴക്കി തലയെടുപ്പോടെ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഈ ഷോപ്പിൻ്റെ ഒരു പ്രത്യേക സാധനമാണിത്, മീൻ മുട്ട. ഇത് രാവിലെ തന്നെ ഇത് നമ്മൾ മസാല പുരട്ടിയെല്ലാം ചില്ലറിൽ സൂക്ഷിക്കും. ഉച്ച 2-3-2:30 ആകുമ്പോൾ ഇത് ഫുള്ള് തീരും. കാര്യം ഇതിൽ ആൾക്കാർ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും, ഡിമാൻഡുള്ള സാധനമായത്. ഇത് നെയ്മീൻ്റെ അല്ലേ, ഇത് നെയ്മീൻ്റെ ആണ് ഈ മീൻ മുട്ട എന്ന് പറയുന്നത്. ഇത് ഫ്രൈ ചെയ്യുന്നത്, ഇത് ഓയിൽ ഫ്രൈ ആണ്, മസാല പുരട്ടി ഓയിലിൽ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. ഡിമാൻഡുള്ളതാണ്. ഫാമിലിയൊക്കെ വന്നാൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഈ മീൻ മുട്ടയാണ്. അത് നമ്മുടെ പരസ്യത്തിലൊക്കെ ഇത് പറയുന്നുണ്ട്, ഈ മീൻ മുട്ട.
അതുകൂടെ നമുക്ക് ഇവിടെ ഫിഷിൻ്റെ ഏകദേശം ഒരു 13-14 തരം ഫിഷ് ഐറ്റംസൊക്കെ നമുക്കുണ്ട് ഇവിടെ. അതുകൂടാതെ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ ഫിഷ് രസകരമായ പ്ലേറ്റ് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ തോന്നുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു സാധനം. ഇത് സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉടങ്കൊല്ലി മുളക് എന്നിവ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുന്നതാണ്. ഇത് നമ്മൾ ഫിഷിൻ്റെ മുകളിൽ ഫ്രൈയുടെ മുകളിൽ ഇട്ട് കഴിയുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ആ ഒരു അട്രാക്ഷൻ ഉണ്ടാകും. അതിനെല്ലാം കഴിക്കുമ്പം ഇത് കൂടെ കഴിക്കുമ്പോൾ ഒരു വളരെ നല്ല ഫ്ലേവറും ഒക്കെ ഉണ്ടാകും അതിനകത്ത്. അതാണ് അതിൻ്റെ ഒരു നല്ലത്. ഇതിപ്പോൾ സവോളയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയുണ്ട്, ഉടങ്കൊല്ലി മുളകുണ്ട്, പച്ചമുളകുണ്ട്. ഇത്രയും സാധനം നമ്മൾ ചതച്ചും അരിഞ്ഞുമൊക്കെ എടുത്താണ് ചെയ്യുന്നത്. ഇതിന് സ്പൈസി ഇല്ല. നമ്മൾ വെറുതെ സവോള ഫ്രൈ ചെയ്ത് എങ്ങനെ കഴിക്കുന്നു ആ ഒരു ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് മുളക് കഴിച്ചെന്നാൽ അല്പം എരിവ് കൂടെ ഉണ്ടാകും. പിന്നെ നമ്മളുടെ കുക്ക് ചെയ്ത് വയ്ക്കുന്ന ഐറ്റംസ്, കറികൾ, അതൊക്കെ നമുക്ക് അങ്ങോട്ട് വന്ന് ചെന്ന് പരിചയപ്പെടാം. പോത്ത് പെരിട്ടായിട്ട് ചെയ്തേക്കുന്നത് നമ്മൾ. പോത്ത് പെരിട്ട് തേങ്ങാക്കൊത്തും എല്ലാമായിട്ട് ഫ്രൈ അല്ലത്, പോത്ത് പെരിട്ടാണ്. ഇത് താറാവിൻ്റെ ഐറ്റംസാണ്. താറാവ് ഇത് കുട്ടനാടൻ സ്റ്റൈലിലെ താറാവാണിത്. അതായത് നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈലിൽ ഉള്ളതല്ല. ഞങ്ങളെല്ലാം ആലപ്പുഴക്കാരാണ്. ആലപ്പുഴ കുട്ടനാടാണ് ഞങ്ങളുടെ വീടൊക്കെ. അപ്പോൾ നാടൻ രീതിയിൽ വയ്ക്കുന്നത്. തേങ്ങാപ്പാലാണ് നമ്മൾ. തേങ്ങാപ്പാൽ, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള തുടങ്ങിയ സാധനങ്ങളാണ് നമ്മളിത് ചേർത്ത് ഇതിൽ ചേർക്കുന്നത്. അല്ല, ഇത് നമ്മൾ കുട്ടനാട്ടിലെ രീതിയൊക്കെ തന്നെയാണ്. എന്നാലും ഇവിടുത്തെ ഐറ്റംസൊക്കെ ഉണ്ട് ഇതിനകത്ത്. എല്ലാത്തിനും നമ്മളിങ്ങനെ താളിപ്പ് ചേർക്കാറുണ്ട്. ഇവിടുത്തെ പ്രത്യേകതയാണത്. എല്ലാം താളിപ്പുള്ളപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് പന്നിയാണ് കേട്ടോ, പോർക്ക്. നല്ല നെയ്യുള്ള പന്നിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ഉണ്ടോ? ഇപ്പോഴത്തെ ചില സമയത്ത് വരുന്ന പന്നിക്ക് നെയ്യ് കൂടുതലുണ്ടാവും. അപ്പോൾ അത് കുഴപ്പമില്ല, നല്ല ഫാറ്റിയാണത്. നമുക്ക് പോർക്ക് കറി. ഇത് പെരട്ടായിട്ട് തന്നെയാണ്, ഗ്രേവി ഒന്നുമില്ല. ഇതിൽ ഈ എണ്ണ പടർന്ന് ഈ കൊഴുപ്പുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ തോന്നുന്നത്. ഇതിൻ്റെ തന്നെ നെയ്യാണത്, പന്നിയുടെ തന്നെ. നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർക്കാറില്ല. ഇത് വാട്ടാൻ വേണ്ടി അല്പം വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഇത് ബീഫാണ്. നമ്മൾ രാവിലെ 8 മണിയൊക്കെ ആകുമ്പോൾ ഏകദേശം നിറച്ച് ഇത്രയൊക്കെ നമ്മൾ ചെയ്ത് വെക്കുന്നതാണ്. ഈ ഒരു സമയം 1-2 മണിയാകുമ്പോൾ ഇതിൻ്റെ ഇത്രയായി തീരും. നമ്മൾ അടുത്ത ട്രിപ്പ് ഇപ്പോൾ തന്നെ ചെയ്ത് തുടങ്ങും നമ്മൾ ഇവിടെ തന്നെ. ഇത് ബീഫാണ്. ഈ ബീഫ് നമ്മൾ ചെയ്യുമ്പോൾ ഇത് പോത്ത് എന്ന് പറഞ്ഞ സാധനം ബീഫ് രണ്ടായിട്ട് ചെയ്യുന്നത്. പോത്ത് നമ്മൾ നമ്മളതിനകത്ത് കോക്കനട്ട് ചേർക്കും, കോക്കനട്ട് പീസ് ചേർക്കും, അത് ഫ്രൈ ചെയ്തിരുന്നു. ഇച്ചിരി റെഡിഷ് ആയിരിക്കും. ഇച്ചിരി നമ്മൾ കാശ്മീരി മുളക് പൊടി ഇവിടെ കൂടുതൽ കയറ്റുമ്പോൾ പോത്ത് ഇങ്ങനെ ഇരിക്കും. ഇത് ഇച്ചിരി ഇരുണ്ടിരിക്കുന്നു ബീഫ്. അടുത്ത് നമുക്കുള്ളത് ചൂരക്കറിയാണ്. ചൂര സാധാ നമ്മൾ വെക്കുന്ന ചൂരക്കറി, മുളകിൽ വെക്കുന്ന കറി. നമ്മളെല്ലാത്തിലും നമ്മളിവിടെ ഉടങ്കൊല്ലി മുളകിൻ്റെ ഒരു ഇത് ചേർക്കാറുണ്ടേ. ഉടങ്കൊല്ലി മുളക്, മുരിങ്ങയ്ക്കായും. ഒരു സ്പൈസി തന്നെ അല്ല, അതിന് വെറുതെ ഫ്ലേവറുണ്ട്, ഒരു സ്മെല്ലും ഉണ്ട്, ഒരു രുചിയുണ്ട് അതിന്. ഇത് കക്കാറച്ചി. ഈ ഐറ്റംസുകളെല്ലാം നമ്മൾ എല്ലാ ദിവസവും ഇവിടെ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ സാധനവും ഉണ്ടാവും. നാളെ ഞായറാഴ്ച അഡീഷണൽ ആയിട്ട് മുയലുകൾ അങ്ങനെ പലതും മുയലിറച്ചി ഉണ്ടാകും. ഞായറാഴ്ച നമ്മൾ ചെയ്യാറുണ്ട്. ഇതാണ് കണവത്തോരൻ. തേങ്ങാപ്പീര, ഉണക്കമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കൊടംപുളി, കണവ. പിന്നെ ഞണ്ട് കറി. ഞണ്ട് ഇത് രാവിലെ ചെയ്തതാണ്, ഈ ഒരു ബേസിൻ ചെയ്തതാണ്. ഇത് അടുത്ത് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ ചെയ്യുന്നത് നമ്മൾ ലൈവ് കപ്പയുണ്ട്, ലൈവ് അപ്പം, പൊറോട്ട.
കപ്പയുടെ കൂടെ സാധാരണ ഡിമാൻഡ് സുഹൃത്തെ നമുക്ക് അപ്പയ്ക്ക് ആൾക്കാർ എന്താ കൂടുതൽ ചോദിക്കുന്നത്? തലക്കറി ഫിഷ് കറി. തലക്കറി ഫിഷ് കറിയാണ് നമുക്ക് കൂടുതലും ഇതിൻ്റെ കൂടെ പോകുന്നത് കപ്പയുടെ കൂട്ടത്തിൽ. ഇവിടെ എത്തുന്ന രുചിയാസ്വാദകർക്കും 100 നാവാണ് പുഞ്ചക്കരി ഷാപ്പിനെ പറ്റിയും വായിൽ കപ്പലൊടിക്കുന്ന കിടിലൻ വിഭവങ്ങളെ പറ്റിയും. ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റിനെ കുറിച്ചൊക്കെ ഞാൻ ഇവരുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തവണയായിട്ട് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു മീറ്റിംഗ് വെച്ചതുകൊണ്ട് നേരത്തെ കഴിഞ്ഞതുകൊണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ അത് അറിയാം, അത് എൻ്റെ എക്സ്പീരിയൻസ് അവരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നണം. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അടുത്ത ഫുഡ് വരുന്നതേ ഉള്ളൂ, വന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു തുടക്കം മാത്രം. അതെ അതെ ആദ്യമായിട്ടാണ് വരുന്നത്. കുഴപ്പമില്ല, കഴിച്ചാൽ വെച്ച് നല്ല ഫുഡാണ്. തീർച്ചയായിട്ടും. അതെ 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 തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. ഞങ്ങൾ മംഗലപുരം. നാടൻ രുചി വിളമ്പുന്ന നിരവധി വിഭവങ്ങളുണ്ട് പുഞ്ചക്കരി ഷാപ്പിൽ. എത്ര കഴിച്ചാലും മതി വരാത്ത ഈ വിഭവങ്ങളുടെ രുചി ഒരു കാലത്ത് ഇവിടെ വന്നവരാരും മറക്കാനിടയില്ല. രുചിക്കൂട്ടുകളുടെ പുത്തൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ക്യാമറമാൻ ആഷിഖിനൊപ്പം സൂരജ് സുരേന്ദ്രൻ, കലാകൗമുദി. മന്ത്രം ചൊല്ലി ദേവിയെ പ്രത്യക്ഷപ്പെടുത്താം. ദേവി ചൈതന്യം നമ്മളിലേക്ക് ആവാഹിക്കാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. ദേവിയുടെ അനുഗ്രഹമുണ്ടാവാൻ ദേവീസ്തുതികൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഉത്തമം. സർവാനുഗ്രഹത്തിന് ദിവ്യശക്തിയുള്ള ശിവമന്ത്രങ്ങൾ. ശിവരാത്രി ദിവസം അറിഞ്ഞിരിക്കേണ്ട മന്ത്രങ്ങൾ. ശിവരാത്രി ദിവസം വ്രതമെടുക്കുന്നതും ക്ഷേത്രത്തിൽ നടക്കുന്ന നിർമ്മാല്യ ദർശനം മുതലുള്ള പൂജകൾ തൊഴുന്നതും ശിവപ്രീതി നൽകുന്നു. ഉണ്ണാതെ ഉറങ്ങാതെ ശിവരാത്രി നോറ്റാൽ സർവൈശ്വര്യം. ശിവരാത്രിയിൽ ശിവപൂജ ചെയ്ത് ഉറങ്ങാതെയും ഉപവസിച്ച് ഭഗവത് ധ്യാനവുമായി കഴിയണം. പുതിയ ലക്ക മുഹൂർത്തം ഇപ്പോൾ വിപണിയിൽ.